ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ കാണുക ഭാരതത്തിലെ ആദ്യ അൽമായ വിശുദ്ധനായ 2022 വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ ദേവസഹായം പിള്ളയെക്കുറിച്ചാണ്. അദ്ദേഹം ഒരു ഹൈന്ദവനായിട്ടാണ് ജനിച്ചത്. 33-ാമത്തെ വയസ്സിൽ ഈശോയെ അറിഞ്ഞ് മാമോദിസ സ്വീകരിച്ചു. 4 വർഷക്കാലം സുവിശേഷ പ്രഘോഷണം ശക്തമായിട്ട് ചെയ്തു. പിന്നീട് 3 വർഷക്കാലം പീഡകൾ അനുഭവിച്ചു. 40-ാം വയസ്സിൽ രക്തസാക്ഷിയായി. ആ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക്, ആ വിശുദ്ധൻ്റെ മധ്യസ്ഥതയിലൂടെ നമുക്കിപ്പോൾ കടന്നു ചെല്ലാം. തെക്കൻ തിരുവിതാംകൂറിൽ 1712 നട്ടാലം എന്നുള്ളൊരു സ്ഥലത്താണ്, അതായത് നമ്മുടെ ഇന്നത്തെ കന്യാകുമാരിയിലെ ഒരു പ്രദേശമാണ് നട്ടാലം. അവിടെയാണ് ദേവസഹായം പിള്ള ജനിച്ചത്. അച്ഛനൊരു ക്ഷേത്രപൂജാരിയായിരുന്നു. പേര് വാസുദേവൻ നമ്പൂതിരി, അമ്മ ദേവകി അമ്മ. നീലകണ്ഠ പിള്ള എന്നായിരുന്നു ആദ്യത്തെ പേര്. വീടിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ശ്രേഷ്ഠതയൊക്കെ വളരെ മെച്ചപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു വിദ്യാഭ്യാസം കിട്ടി. എല്ലാ ഭാഷകളും പഠിച്ചു. ചെറുപ്പത്തിലെ തന്നെ തമിഴ് അറിയാം, സംസ്കൃതം അറിയാം, മലയാളം അറിയാം. അതുപോലെ തന്നെ വേദാന്തം, അതുപോലെയുള്ള ചരിത്രങ്ങൾ, പുരാണങ്ങളെല്ലാം നല്ല മിടുക്കനായിട്ട് പഠിച്ചു. എല്ലാത്തിലും നല്ല ഫസ്റ്റാണ് ക്ലാസ്സിലൊക്കെ. ഇതിൽ മാത്രമല്ല, ഈ മർമ്മശാസ്ത്രം, പണ്ടത്തെ ആയോധന കലകൾ, അതിലൊക്കെ നല്ല മിടുക്കനാണ്. നല്ല ഉത്തരവാദിത്വ ബോധമുള്ളവനാണ്. എല്ലാവരുടെയും വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ അയാൾ യുവാവായിട്ട് വളർന്നു. വിവാഹപ്രായം എത്തിയപ്പോൾ വിവാഹം കഴിച്ചു. ഹിന്ദു സ്ത്രീ തന്നെയായ യുവതിയായ ഭാർഗവതി അമ്മാൾ എന്നുള്ള ഒരു യുവതിയെ വിവാഹം കഴിച്ചു. തെക്കൻ തിരുവിതാംകൂർ അന്ന് ഭരിച്ചിരുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. ഈ രാജാവിൻ്റെ ഒരു പ്രത്യേകത, ശ്രീ പത്മനാഭ സ്വാമിക്ക് ഈ രാജ്യം മുഴുവൻ ആളങ്ങോട്ട് സമർപ്പിച്ചു. തൻ്റെ കഴിവ്, രാജ്യം, ജനം, സമ്പത്ത് എല്ലാം ഈ സ്വാമിക്ക് അങ്ങോട്ട് അടിയറ വെച്ചു. എന്നിട്ട് രാജ്യം അങ്ങോട്ട് നല്ല മെച്ചപ്പെടുത്തുവാനുള്ള ഭയങ്കര ശ്രമങ്ങൾ അങ്ങോട്ട് തുടങ്ങി. പറഞ്ഞു, എല്ലാ യുവാക്കളും കഴിവുള്ളവരും എല്ലാം വേഗം രാജ്യസേവനത്തിനായിട്ട് വരാൻ. മിടുക്കനായ ആയോധന കലയിൽ നല്ല മിടുക്കുള്ള നമ്മുടെ നീലകണ്ഠൻ പിള്ള വേഗം രാജ്യസേവനത്തിന് വേണ്ടിയിട്ട് തന്നെ സമർപ്പിച്ചു. എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ, കർമ്മനിരതൻ, കണ്ടാൽ കൊതിയാകും, പ്രവർത്തനം കണ്ടാൽ നോക്കി നിൽക്കും, ആത്മാർത്ഥത, സത്യസന്ധത. രാജാവ് ഇഷ്ടപ്പെട്ട് നമ്മുടെ നീലകണ്ഠൻ പിള്ളയ്ക്ക് രാജ്യത്തിൻ്റെ എല്ലാ അധികാരവും നൽകി. ക്ഷേത്രത്തിൻ്റെ അധികാരം, ഖജാഞ്ചി, എന്തെല്ലാമാണോ അവിടെ കോട്ട പണിയാനുള്ള ഉത്തരവാദിത്തങ്ങൾ, എല്ലാ കാര്യങ്ങളും നോക്കാൻ, അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ സൈന്യാധിപൻ എല്ലാമായിട്ട് നീലകണ്ഠൻ പിള്ളയെ ഏർപ്പാടാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഡച്ചുകാർ തിരുവിതാംകൂറുകാരെ തോൽപ്പിക്കാനുള്ള ഒരു ശ്രമം അങ്ങ് നടത്തി. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, തിരുവിതാംകൂറുകാർ ജയിക്കുകയും ഡച്ച് അങ്ങ് തോറ്റുപോവുകയും ചെയ്തു. ഡച്ചിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു ഡിലനായ് എന്ന് പറയുന്ന ബെൽജിയംകാരനായിട്ടുള്ള ഒരു വ്യക്തി. അയാളെ തടവിലാക്കി ഡച്ചുകാരെ ബാക്കിയുള്ളവരെല്ലാം തോൽപ്പിച്ച് രാജാവും സൈന്യമൊക്കെ അങ്ങോട്ട് ഓടിച്ചു. ഡിലനായി തടവിലായി. പക്ഷേ നമ്മുടെ മഹാരാജാവ് ഈ ഡിലനായിയുടെ യുദ്ധതന്ത്രങ്ങൾ കണ്ടിരുന്നു. നല്ല മിടുക്കനാണ്. നമ്മുടെ സാധാരണക്കാരുടെ പോലെയൊന്നുമല്ല. യൂറോപ്യൻസിൻ്റെ യുദ്ധമുറകൾ, അവരുടെ ആയുധങ്ങൾ, അവരുടെ ശേഖരങ്ങളൊക്കെ ഭയങ്കര മിടുക്കാണ്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പറഞ്ഞു, ഡിലനായി, നിനക്കിവിടെ നിൽക്കാം, നീ എനിക്ക് കീഴടങ്ങി, നീ എനിക്ക് സേവനം ചെയ്ത് ഈ രാജ്യത്ത് നിൽക്കുകയാണെങ്കിൽ നിന്നെ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിലനായി, അയാൾ നല്ലൊരു മനുഷ്യനാണ്, അയാളൊരു ക്രൈസ്തവനാണ്, ബെൽജിയംകാരനാണ്, ക്രൈസ്തവനാണ്, ഉത്തമ വിശ്വാസമുള്ളവനാണ്. കൂട്ടാരാണ് നമ്മുടെ നീലകണ്ഠൻ പിള്ള. അപ്പോൾ ഇവർ രണ്ടുപേര് രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയാണ്. നല്ല സമർത്ഥമായിട്ട് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നീലകണ്ഠൻ പിള്ള പറഞ്ഞു, ഡിലനായി സുഹൃത്തെ, എനിക്കൊരു സങ്കടമുണ്ട് കേട്ടോ, എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ. എൻ്റെ കുടുംബത്തിൽ ഭയങ്കര സങ്കടമാണ്. ഭയങ്കര സമ്പത്തുള്ള കുടുംബമായിരുന്നു, എല്ലാ കാര്യങ്ങളും എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ദുഃഖങ്ങൾ വരികയാണ്. എല്ലാ മൃഗങ്ങളും സമ്പത്തും എല്ലാം നശിച്ച് പോവുകയാണ്. മാത്രമല്ല, ആരോഗ്യത്തിലിരുന്ന വീട്ടിലെ ആളുകൾ അവർ പോലും സമയം വരുമ്പോൾ പെട്ടെന്ന് രോഗക്കിടക്കയിലായി മരിച്ചു പോവുകയാണ്. അപ്പം ഞങ്ങളെ കുടുംബം വിചാരിച്ചു ഇത് ദേവീ കോപമാണെന്ന്. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എല്ലാ പൂജകളും ക്രിയകളും ഹോമങ്ങളെല്ലാം ചെയ്യാൻ നോക്കി. ഒരു തരത്തിലും ഒരു രക്ഷയില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. തൻ്റെ ഈ സങ്കടം കേട്ട് വിശ്വാസമുള്ള, ക്രൈസ്തവ വിശ്വാസമുള്ള, അടിയുറച്ച വിശ്വാസമുള്ള ഡിലനായി പറഞ്ഞു, ദൈവം നമുക്ക് കൂട്ടുണ്ടെന്നേ,
ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ ഏത് തകർച്ചയും അത് നന്മയ്ക്കായിട്ട് വരുന്നേ. നീ പേടിക്കണ്ട. ഈ ദൈവം എന്ന് പറഞ്ഞാൽ അത് സത്യദൈവം, ഒരു സത്യദൈവമുണ്ട്, അത് ക്രിസ്തുവാണ്. ഈ പറഞ്ഞതെല്ലാം നമ്മുടെ നീലകണ്ഠൻ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടു. ഈ ക്രിസ്തു എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു സമാധാനം, ഒരു സന്തോഷവും, ഇതുവരെ അനുഭവിക്കാത്ത ഒരു ആശ്വാസം ഈ നീലകണ്ഠൻ പിള്ളയുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പൊ നീലകണ്ഠൻ പിള്ള പറഞ്ഞു, എനിക്ക് കുറച്ചും കൂടി പറഞ്ഞതാ. അപ്പൊ ഇവർ രണ്ടുപേരും ദിവസവും ഇങ്ങനെ ഇരിക്കും, അവരുടെ യുദ്ധസ്ഥലത്ത് ഇങ്ങനെ ജോലി സ്ഥലത്തും എല്ലായിടത്തും ഇങ്ങനെ ഇരിക്കും. ഇവർ തമ്മിൽ പരസ്പരം സംസാരിക്കും. ബൈബിൾ മിക്ക കാര്യങ്ങളും വിശ്വാസം എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇങ്ങനെ നീലകണ്ഠൻ പിള്ള പറഞ്ഞു, എനിക്കും ഈ ജീവജലം കുടിക്കണം, എനിക്കും ഒരു ക്രിസ്ത്യാനി ആകണം. ഈ ബൈബിള് നീലകണ്ഠൻ പിള്ളയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് പഠിക്കുക, വായിക്കേ, എന്നിട്ട് ചിന്തിക്കുക എന്താ വേണ്ടതെന്ന്. അപ്പൊ നീലകണ്ഠൻ പിള്ള ഇതുമായിട്ട് ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട് നമുക്കിങ്ങനെ അത്ഭുതം തോന്നും, നമ്മൾ ആ രംഗങ്ങളൊക്കെ മനസ്സിൽ കണ്ടാൽ. അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അറിയാവുന്ന ക്രിസ്തുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ക്രിസ്തുവേ, നീയാണ് സത്യദൈവം എന്ന് പറയണ്ടല്ലോ, എനിക്കറിയില്ല കേട്ടോ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, അമ്പലത്തിലെ ടെൻഷൻ, ഇവരുടെ ടെൻഷൻ, വീടിന്റെ ടെൻഷൻ എല്ലാം ഉണ്ട്. നീയാണ് സത്യദൈവം എങ്കിൽ എനിക്ക് വെളിപ്പെടുത്തി തരണം, ഞാൻ നിന്നെ അപ്പൊ വിശ്വസിച്ചോളാം. അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രിയിൽ പെട്ടെന്ന് ഒരു വെളിച്ചം. ആ വെളിച്ചത്തിൽ നിന്നൊരശരീരി, നീ അന്വേഷിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സന്തോഷമായി ദേവസഹായം പിള്ളയ്ക്ക്. ഉടനെ മാമോദിസ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ച് അടുത്തുള്ളൊരു പ്രദേശമാണ് വടക്കൻകുളം, ക്രൈസ്തവരൊക്കെ ഉള്ള സ്ഥലമാണത്. അവിടെ ദേവാലയത്തിൽ ചെന്ന് ഫാദർ ബുട്ടാരി SJ എന്ന അച്ഛനെ കണ്ടു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്ന സാഹചര്യത്തിൽ നിന്ന് വരുന്നത്, എനിക്ക് മാമോദിസ വേണം. അച്ഛനോട് പേടിയായി. നീ ഈ വലിയ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ആള്, പറ്റില്ല. ഇല്ല 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 അച്ഛാ, ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ കുറച്ച് നാൾ താമസിച്ച് ഞാൻ പഠിക്കുക. അങ്ങനെ 9 മാസം ആ ദേവാലയത്തിൽ പഠിച്ച് വിശ്വാസ പരിശീലനം എല്ലാം അങ്ങനെ നേടി. അങ്ങനെ മാമോദിസ സ്വീകരിച്ചു. നീലകണ്ഠൻ പിള്ള ലാസറസ് എന്ന പേര് സ്വീകരിച്ചു. ലാസറസിന്റെ തമിഴ് വേർഡ് ദേവസഹായം പിള്ള എന്നാണ്. അതുകൊണ്ട് ദേവസഹായം പിള്ള എന്ന പേരിൽ അറിയപ്പെട്ടു. ഇയാളുടെ ഭക്തി കണ്ട് ഭാര്യ ഭാർഗവി അമ്മയും ഈശോയെ അറിഞ്ഞു. അവൾക്കും ഈശോയെ സ്വീകരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായി. അതുകൊണ്ട് അവളും മാമോദിസ സ്വീകരിച്ചു. ഭാർഗവി അമ്മ ത്രേസ്യ എന്ന പേര്, ത്രേസ്യയുടെ തമിഴ് പേര് ജ്ഞാനപ്പൂ എന്നാണ്. ഇപ്പൊ ജ്ഞാനപ്പൂ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇവരിങ്ങനെ മാമോദിസ സ്വീകരിച്ചു എന്ന് അവർക്ക് മനസ്സിലായി. അവരിലുള്ളവർക്കും ബാക്കി എല്ലാവർക്കും മനസ്സിലായി. ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വന്നു. എന്നാൽ അതൊന്നും പ്രശ്നമില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ സ്വീകരിച്ച ഈശോയെ കൊടുക്കണം. ദേവസഹായം പിള്ള വേഗം നാട്ടിൽ മുഴുവൻ അവിടെ നടന്ന് ആദ്യം സ്വന്തം വീട്ടിൽ ഈശോയെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് പത്മനാഭപുര ക്ഷേത്ര പരിസരത്തിൽ പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. പറയുക മാത്രമല്ല, ലളിത ജീവിതം നയിച്ചു. ഭയങ്കര സ്നേഹശീലമുള്ളൊരു വ്യക്തിയാണ് ദേവസഹായം പിള്ള. അവിടെ ഭയങ്കര അടിമത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അടിമത്തത്തിൽ വേദനിക്കുന്നവരെ അവരെ ആശ്വസിപ്പിച്ചു, ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കി. എവിടെയൊക്കെയാണോ മന്ത്രവാദങ്ങളും അതൊക്കെ ഉള്ളത്, അതൊക്കെ വേണ്ട, ഇതൊന്നും സത്യദൈവമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവസഹായം പിള്ള എല്ലാത്തിനും ചുക്കാൻ പിടിച്ചു, ഈശോയെ നൽകി. അങ്ങനെ ആ കാലഘട്ടം കൊണ്ട് തന്നെ 3000 പേര് ഈശോയിൽ വിശ്വസിച്ചു എന്നാണ് രേഖാചരിത്രങ്ങൾ പറയുന്നത്. ഈ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ രാജാവിൻ്റെ ചെവിയിലേക്ക് എത്തി. മന്ത്രിയാണ് കാര്യങ്ങളൊക്കെ നടത്തുക. മന്ത്രി രാമയ്യർ പോയിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, നമ്മൾ ഇതുവരെ ആരാധിച്ചിരുന്ന ഈ ദൈവത്തെ ഇവനിത് ധിക്കരിക്കുന്നു. ഇന്നലെ വന്ന ചണ്ടാളൻ ക്രിസ്ത്യാനി, ഈ അധകൃതരായിട്ടുള്ള ഈ വില കുറഞ്ഞ ഈ ക്രിസ്ത്യാനികൾ, അതിലേക്ക് ഇവൻ പോയിട്ട് നമ്മുടെ ദൈവത്തെ ഇവൻ നിഷേധിക്കുന്നു. ജനം മുഴുവൻ ഇവന്റെ പിന്നാലെ കൂടുന്നു. ഇവനെ നമുക്കുടനെ തുറങ്കിൽ അടയ്ക്കണം. പെട്ടെന്ന് തുറങ്കിലടയ്ക്കാനുള്ള കൽപ്പന വന്നു. അങ്ങനെ കൽപ്പന വന്നപ്പോൾ പെട്ടെന്ന് പള്ളിയിലേക്ക് ചെന്നു, അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ പെട്ടെന്ന് എല്ലാ കുദാശകളും ഒന്ന് കൊടുത്ത് ഒന്ന് ശക്തിപ്പെടുത്തി, എന്നിട്ട് എല്ലാ രക്തസാക്ഷികളുടെയും കഥകൾ പറഞ്ഞു കൊടുത്തു. മാതാവിന് സംരക്ഷണത്തിന് ഏൽപ്പിച്ചു. സെബസ്ത്യാനോസിനെയാണ് മധ്യസ്ഥനായിട്ട് ദേവസഹായം പിള്ളയ്ക്ക് നൽകിയത്. പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മധ്യസ്ഥനുണ്ട്, ഒരു വലിയ വിളിയാണിത്, എല്ലാവർക്കും കിട്ടുമൊന്നുമില്ല, ഇതൊരു വലിയ വിളിയാണെന്ന് ദേവസഹായം പിള്ളയോട് പറഞ്ഞു. ധൈര്യത്തോടു കൂടി ദേവസഹായം പിള്ള ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഭടന്മാർ വന്ന് പിടിച്ചിട്ട് ചങ്ങല അണിയിച്ച വശം ഈ ചങ്ങലേനെ മുത്തിയിട്ട് നമ്മുടെ ദേവസഹായം പിള്ള പറയുകയാണ്,
ഇരുമ്പ് ചങ്ങലയെ അല്പസമയം കഴിയുമ്പോൾ നീ ഒരു രത്നം പതിച്ച വളയാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ ഒരു മഹാഭാഗ്യം എനിക്ക് തന്ന നിന്നെ ഞാൻ ചുംബിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ചങ്ങലേനെ അങ്ങോട്ട് ചുംബിച്ചു. ഉടനെ ഭടന്മാരെല്ലാവരും കൂടി പിടിച്ച് ഇതിനെ കൊണ്ടുപോയിട്ട് ദേവസഹായം പിള്ളേനെ കൊണ്ടുപോയിട്ട് തടവറയിലാക്കി. അവിടെ നല്ല സന്തോഷത്തിൽ നമ്മുടെ ദേവസഹായം പിള്ള ഇരിക്കുന്നു. എന്നാൽ പിന്നെ അടുത്ത നടപടി ചെയ്യാന്ന് വിചാരിച്ചിട്ട് വേഗം എന്ത് ചെയ്തു, രാജാവിനോട് പറഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ രാജാവ് പറഞ്ഞു ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവനെ നാണം കെടുത്തണം, നമുക്ക് നാട് നീളെ ഇവനെ നടത്തിയിട്ട് ഇവനെ അവഹേളിച്ച് ഇവനെ അങ്ങോട്ട് പരിഹസിക്കണം നമുക്ക്, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ വശം എന്നിട്ട് പറഞ്ഞു അങ്ങനെ നടത്തി അവസാനം നമുക്ക് എന്ത് ചെയ്യണം, ഇവനെ അങ്ങോട്ട് കൊല്ലണം, വധിക്കണം. ഈ വധിക്കണമെന്ന് കേട്ടപ്പോൾ ദേവസഹായം പിള്ളയ്ക്ക് ഒരു ധീരത വന്നു. അപ്പൊ പറഞ്ഞു എൻ്റെ ഈശോയെ നിനക്ക് നന്ദി കേട്ടോ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ ഞാനിങ്ങനെ കാത്തിരിക്കുന്നത്. എന്നിട്ട് ആരാചാര്യന്മാർ ഇവരോടും ഭടന്മാരോടും പറഞ്ഞു വേഗം ആയിക്കോട്ടെ കേട്ടോ, ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ യേശുവിനെ സ്നേഹിച്ച് അവന് വേണ്ടി മരിക്കാനാണ്, അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഉടനെ അടുത്ത സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്താന്ന് വെച്ചാൽ ഇവനെ അവരുടെ ശിക്ഷാരീതി അനുസരിച്ച് എരിക്കും പൂമാല കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എരുക്കിൻ്റെ പൂമാല ഭയങ്കര ദുർഗന്ധമാണെന്ന് പറയുന്നത്. അത് കഴുത്തിൽ അങ്ങോട്ട് അണിയിച്ചിട്ട് ഇവനെ നാട് നീളെ അങ്ങോട്ട് നടത്തി. ഇതിലെല്ലാം നടത്തി. ഇവൻ കുറേ 8 താലൂക്കുകളുടെ അധികാരിയായിരുന്നു ദേവസഹായം പിള്ള. ആ വഴി കൂടെയൊക്കെ അങ്ങനെ പരിഹസിച്ച് നടത്തി. അപ്പോഴും നമ്മുടെ ദേവസഹായം പിള്ള വളരെ ചിരിച്ച് പ്രസന്നവദനായിട്ട് വളരെ തലയൊക്കെ നിവർത്തി ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഭടന്മാർ ചോദിച്ചു ഹേയ് നിനക്ക് വല്ല അറിയോ, എവിടേക്കായി പോണേന്നറിയോ? അപ്പം ദേവസഹായം പിള്ള പറഞ്ഞു എനിക്കറിയാം എന്നെ എവിടേക്കാണ് കൊണ്ടുപോകണമെന്ന്, ഞാൻ എവിടേക്കാണ് പോകണമെന്നും. നിങ്ങൾക്കാണ് അറിയാത്തത് ഞാൻ എവിടേക്കാണ് പോകണമെന്ന്. ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. ഈ നിമിഷമാണ് എൻ്റെ വിവാഹത്തിൻ്റെ നിമിഷം. ഇങ്ങനെ കേട്ടപ്പോൾ ഭടന്മാര് മന്ത്രി വഴി പെട്ടെന്ന് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു രാജാവേ ഇയാൾക്ക് ഒരു വിഷമവും ഇല്ല, സന്തോഷിക്കുക. ഈ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് ഇയാളുടെ ചുറ്റും ജനങ്ങൾ, ഈ നാടുകൾ മുഴുവൻ, നമ്മൾ ഈ നാട്ടിൽ കൂടെയൊക്കെ നടത്തിയല്ലോ, ജനങ്ങൾ മുഴുവൻ എത്തി നോക്കുക. ഈ സന്തോഷം കണ്ടിട്ട് അനുഗ്രഹം വാങ്ങിക്കുവാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രാജാവേ യഥാർത്ഥത്തിൽ നമ്മുടെ തലയാട്ടാ കുനിഞ്ഞു പോണത്. അപ്പൊ രാജാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഇത്ര പെട്ടെന്ന് ഇയാളെ കൊല്ലണ്ട. ഇപ്പൊ കൊല്ലണ്ട എന്ന് കേട്ടപ്പോ പൊട്ടിക്കരഞ്ഞിപ്പോ കൊല്ലണ്ട എന്ന് കേട്ടപ്പോ. എന്നിട്ട് ഈശോയോട് അവിടെ നിന്ന് മുട്ടൂത്തി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഈശോയെ എന്തൊരു കഷ്ടമാണ് ഈശോയെ, എനിക്ക് യോഗ്യതയില്ലേ നിന്റെ അടുത്തേക്ക് വരാൻ, ഈ മരണം സ്വീകരിക്കാനായിട്ട് എനിക്ക് യോഗ്യതയില്ലേ ഈശോയെ ഈശോയെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അവർക്ക് ഒന്നും കൂടി അത്ഭുതമായി. എന്നിട്ട് വീണ്ടും അടുത്ത പീഡനങ്ങൾ ആരംഭിക്കുകയാണ്. രാജാവ് പറഞ്ഞു ഇനി ഇയാളെ നമുക്ക് അടുത്ത കാര്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇയാളെ എരുമപ്പുറത്ത് ഇരുത്തി പുറകോട്ട് തിരിച്ച് നടത്തുക, മാത്രമല്ല എല്ലാ ദിവസവും ഇയാൾക്ക് 30 അടി കൊടുക്കണം. അങ്ങനെ കുറച്ച് ദിവസമൊന്നുമല്ല, 30 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് 30 അടി വീതം കൊടുക്കുക. അടിച്ചിട്ട് അടിച്ച് എന്ത് ചെയ്യണം, മുറിവുണ്ടാക്കിയിട്ട് നല്ല മുളക് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അപ്പം അവൻ പഠിച്ചോളും. അതിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഉപദേശിക്കണം കേട്ടോ അവനോട്, ബ്രാഹ്മണ ജീവിതത്തിലേക്ക് ഹിന്ദു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവനെ ഉപദേശിക്കുക. അവൻ എപ്പോഴെങ്കിലും റെഡിയാണെന്ന് കണ്ടാൽ ഉടനെ അവൻ്റെ ശിക്ഷ നിർത്തണം. അങ്ങനെയും പറഞ്ഞ് ഇവനെ കൊണ്ട് മുളകും തെച്ച് അടിക്കുകയാണ്. അടിച്ച് ഇങ്ങനെ സഹിക്കില്ല, അതുപോലെയാണ് അടിക്കുന്നത്. അടിച്ച് ഇങ്ങനെ രക്തമൊക്കെ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് മുളക് അങ്ങോട്ട് തേക്കുക. വേദന കൊണ്ട് എരുമപ്പുറത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണു പോവുകയാണ്. വിശപ്പാണ്, ഭക്ഷണം കൊടുക്കുന്നില്ല, ഇങ്ങനെ വെയിലത്താണ് നടക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് വീണു പോകും. ദേവസഹായം പിള്ള പറയുകയാണ് എൻ്റെ ഈശോയെ നീ കുരിശും കൊണ്ട് പോയല്ലോ, നീ 3 പ്രാവശ്യം വീണല്ലോ, ഞാനും നിന്റെ കൂടെ വീഴാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് തന്നൂല്ലേ, നന്ദി കേട്ടോ, നന്ദി എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ഈശോനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്, എല്ലാ ദിവസവും മുളക് തേക്കാനാ പറഞ്ഞാണ്. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടിച്ച് മാത്രമുള്ള മുളക് തേച്ചില്ല. അപ്പം നമ്മുടെ ദേവസഹായം എന്നുള്ള ചോദിക്കുകയാണ് അല്ല ഭടന്മാരെ എൻ്റെ മുറിവിൽ തേക്കാറുള്ളൊരു മരുന്നില്ലേ, അത് ഇന്ന് തേച്ചില്ലല്ലോ, അത് തേക്കാത്തവരനൊരു സുഖമില്ല കേട്ടോ ഏത് മുറിവിൽ മുളക് തേക്കാത്തവരനൊരു സുഖമില്ല എന്ന്. അങ്ങനെയും പറഞ്ഞ് വീണ്ടും അവരെ വീണ്ടും ഇങ്ങനെ പീഡിപ്പിച്ചു. ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്ന ഈ കാലയളവിൽ ഇയാളെ കെട്ടിയിട്ടിട്ടാണ് ചിലപ്പോൾ പീഡിപ്പിക്കുക. ആ കാലയളവിലും ഒത്തിരി പേര് ഇയാളുടെ ചുറ്റും കൂടുമായിരുന്നു. ആ ജനത്തിനറിയാം ഇത് ഇയാളുടെ വിശുദ്ധി, ഇയാൾ ഈശോയുടെ ശക്തി അറിയാം. അപ്പം അതിൻ്റെ 2-3 ഉദാഹരണങ്ങൾ ഒരു കൊച്ചിനെ കൊണ്ട് വന്നിട്ട് പറഞ്ഞു ഈ കൊച്ചു പെട്ടെന്ന് പേടിച്ചു പോയിട്ട് ഭ്രാന്തി പിടിച്ച പോലെയാണ്, ദേവസഹായം പിള്ള ഇവളെ ഒറ്റ മോളാണ്, ഇങ്ങ് സഹായിക്കണമെന്ന്. ദേവസഹായം പിള്ള ഇങ്ങനെ കെട്ടി പീഡനമൊക്കെ ഏറ്റ് കിടക്കുകയാണ്. ഇയാളിങ്ങനെ വന്ന് മോളെ കൊണ്ട് യാചിക്കുമ്പോൾ പെട്ടെന്ന് ദേവസഹായം പിള്ള കൈ ഉയർത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ, ഈശോ നിന്നെ സുഖപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു വെച്ചാൽ ആ കൊച്ച് സുഖപ്പെട്ടു.
ആളുകൾ ഇത് കണ്ട് സന്തോഷിക്കുകയും ദൈവത്തിലേക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുകയും അങ്ങനെ ചെയ്യാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് മനസ്സിലായെന്തെന്ന്, ഈ പരിപാടി ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. ദേവസഹായം പിള്ളേക്ക് ആളുകൾ കൂടുതൽ വിശ്വസിച്ച് വരികയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇയാളെ പീഡിപ്പിക്കണം. അപ്പം ഇയാളെ പീഡിപ്പിച്ച് നമുക്കറിയാം 3 വർഷം പീഡിപ്പിച്ചു. 14 തരം വെറൈറ്റി പീഡനങ്ങൾ, നമ്മൾ കേൾക്കാത്ത തരം പീഡനങ്ങളാണ്. ഇയാളെ മുളക് ചൂടാക്കി കത്തിച്ചിട്ടുള്ള ആ പുകമുറിയിൽ ചെറിയ മുറിക്കകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ ഇട്ടു. അതുപോലെ തന്നെ ചുണ്ണാമ്പ്, നീറ്റുകക്ക് അതൊക്കെ ചൂടാക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഇട്ടു. കട്ടുറുമ്പിന്റെ കൂട്ടിൽ ഫുള്ള് ഇട്ടിട്ട് ഒരു മുറി അടച്ചിട്ടു, ഒരു ഗ്യാപ്പ് വേറെ പുറത്തൊക്കെ ഒന്നും പോകാൻ പറ്റാത്ത പോലെ അങ്ങനെ ഇട്ടു. അതുപോലെ തന്നെ വലിയ പാമ്പിന്റെ കൂട്ടിലൊക്കെ ഇട്ടെന്ന് പറയുന്നത്, ആൾ കിടക്കുന്നിടത്ത് കൊണ്ട് പാമ്പുകളെ അതുപോലെ തേളിനെയൊക്കെ വിട്ടു. പക്ഷെ പ്രത്യേകത, ഇവയൊന്നും ഇതിനെ ആക്രമിച്ചില്ല എന്നുള്ളത്. അവിടെയൊക്കെ ഇങ്ങനെ അസ്വസ്ഥമായിട്ട് കിടന്നാലും അതുപോലെ കുരങ്ങന്റെ കൂട്ടിലിട്ടു. അങ്ങനെ കുറേ തരം പീഡനങ്ങൾ ചെയ്തു. ആ വീടും ആ കൂടൊക്കെ കണ്ട വളരെ ഇടുങ്ങിയായിരിക്കുന്നത്. ഈ പീഡനത്തിൽ ഒരൊറ്റ പോലും ഈശോയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇവരെ ഈ പീഡനങ്ങൾ ചെയ്തവരെ ആരെയും കുറ്റപ്പെടുത്തിയില്ല. എല്ലാ സന്തോഷത്തോടു കൂടി അങ്ങനെ സഹിച്ചു. അങ്ങനെ അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇത്രയൊന്നും പീഡനം സഹിച്ചാലും ഇതൊന്നും മരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, എന്നാൽ നമുക്ക് ഇയാളെ ഇനി എന്ത് ചെയ്യാം, ആരാച്ചാരുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. ആരാച്ചാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു മരത്തിൽ ഇങ്ങനെ കെട്ടിയിടും. അവിടെ വന്നിട്ട് ഇങ്ങനെ കിടന്ന് ഭക്ഷണമൊന്നും കൊടുക്കില്ല. എന്നാണോ മരിക്കുന്നത് അന്ന് മരിക്കും, അതുവരെ അങ്ങനെ കിടക്കും. അങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കൊണ്ടുപോകുന്ന വഴിക്ക് പുലിയൂർക്കുറിച്ചി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോൾ ആളിങ്ങനെ, ഇപ്പൊ ഈ മുളക് തേക്കലൊക്കെ എന്നുണ്ട്, അടിക്കലും എന്നുണ്ട്. ഇങ്ങനെ മടുത്തപ്പം പാറപ്പുറത്ത് ഇരുന്നപ്പം ദാഹിച്ചു. ഭയങ്കര വെയിലാ. ദാഹിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഇച്ചിരി വെള്ളം താ. അപ്പം ഭടന്മാര്, നീ അങ്ങനെ വെള്ളം കുടിക്കണ്ട, അടുത്ത് കിടക്കുന്ന ഇലകൾ ചീഞ്ഞ വെള്ളം കിടപ്പുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അതൊരു പാത്രത്തിലാക്കിയാണ്ട് കൊടുത്തു. അത് കൊടുത്തപ്പം നമ്മളിങ്ങനെ തേൻ വെള്ളം കുടിക്കുന്ന പോലെ, അല്ലെ ജ്യൂസ് കുടിക്കുന്ന പോലെ നല്ല സന്തോഷമായിട്ട് ആ വെള്ളം അങ്ങോട്ട് കുടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ നീ കുരിശിൽ കിടന്ന് ദാഹിച്ചില്ലേ, നിനക്ക് ദാഹിച്ചപ്പോ അവര് കുടിക്കാനായിട്ട് കയ്പിനീരല്ലേ തന്നത്, ചൊറുക്കയല്ലേ തന്നത്, അതിലേക്ക് പങ്കുചേരാനായിട്ട് എനിക്ക് അവസരം തന്നല്ലോ, നന്ദി ഈശോ എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തിൽ ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രം വെള്ളം കൊടുത്തത്, ഒരു പാത്രം വെള്ളം കുടിച്ചിട്ടും ദാഹം തീർന്നില്ല. ഭയങ്കര വെയിലും അങ്ങനെ ഒന്നും കഴിക്കണമെന്നൊന്നുമില്ല പാവം. അപ്പോൾ ഇച്ചിരി കൂടി വെള്ളം താ, എനിക്ക് ഒച്ചിരി കൂടി വേണം. അപ്പൊ എന്ത് ചെയ്തു, ഒറ്റ ചവിട്ട്, ആ ചവിട്ടിന് എന്ത് ചെയ്തു, പാറപ്പുറത്ത് അങ്ങോട്ട് താഴേക്ക് വീണു. അവിടെ കിടന്നിട്ട് പറഞ്ഞു, ഈശോയെ എനിക്ക് ദാഹിക്കുന്നുണ്ട് കേട്ടോ, നീ എനിക്ക് വെള്ളം താന്ന് പറഞ്ഞു ഈശോയോട്. പാറയില കിടക്കുന്നത്, ഈശോയോട് വെള്ളം തരാൻ പറഞ്ഞു. അങ്ങനെ ഈശോയോട് വെള്ളം തരാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്തു, അല്ല നമ്മൾ ഈ പഴയ നിയമം ഞാൻ വായിച്ചല്ലോ, അതിനകത്ത് ഇസ്രായേൽക്കാർക്ക് പാറയിൽ നിന്ന് വെള്ളം കിട്ടിയെന്ന് കണ്ടല്ലോ. വിശ്വാസത്തിൽ 2 കൈമുട്ടും എടുത്തിട്ട് പാറയിലേക്ക് അങ്ങോട്ട് കൈമുട്ടിയ വശം പാറയിൽ നിന്ന് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് ശക്തമായിട്ട് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി, നല്ല വെള്ളം. അപ്പം ഭടന്മാരൊക്കെ വണ്ടടിച്ചു, എന്തോ സത്യം ഇതിനകത്തുണ്ടല്ലോ. അങ്ങനെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ട് ചെല്ലുന്നത് അടുത്ത സംഭവത്തിലേക്ക് നമുക്കറിയാം. പോകുന്നത് തൂക്കിലേറ്റാനുള്ള ആരാച്ചാരെ ഇരുത്തിയിരിക്കുന്ന, തൂക്കിലേറ്റ മീൻസ് മരത്തിൽ കെട്ടുക, അവിടേക്കാണ് പോകുന്നത്. ഇയാളെ അവിടേക്ക് കൊണ്ടുചെന്നു ഒരു ഉണക്കമരത്തിലേക്ക് കെട്ടിയിടാൻ കൊണ്ടുചെല്ലാണ്. ഒരു ഉണക്കമരത്തിലേക്ക് ഇയാളെ കെട്ടിയിടാണ്. അവിടെ താമസിക്കേണ്ടത്, മരിക്കും വരെ ആ മരത്തിലാണ്. അങ്ങനെയാണ് മരണം. കെട്ടിയിടാനായിട്ട് പോയ വശം ഒരു ഉണക്കമരമാണ്. മരത്തുമേ ഇങ്ങനെ നോക്കി ദേവസഹായം പിള്ള. എന്നിട്ട് പറഞ്ഞു, ഓ കുരിശേ, ഈശോയുടെ കുരിശിനോട് എന്നെ യോജിപ്പിക്കുന്ന വിശുദ്ധ കുരിശേ, ഉണക്കമരമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഉണക്കമരം കൊണ്ടൊരു ഒറ്റ കെട്ടിപ്പിടിക്കല്. ഉണങ്ങി നിന്ന മരം പെട്ടെന്ന് അങ്ങോട്ട് പൂത്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഇത് കണ്ട ആരാച്ചാർക്ക് അത്ഭുതമായിപ്പോയി. ആരാച്ചാർക്ക് തോന്നി, എന്തോ ഒരു ദിവ്യശക്തി ഇയാളിലുണ്ടല്ലോ. ആരാച്ചാർക്കാണെങ്കിലും മക്കളില്ല. അപ്പോൾ കാര്യം ഇയാളെയൊക്കെ ആക്രമിക്കുകയും വലിയ ദുഷ്ടമനസ്സൊക്കെ കാണിച്ചാലും ഇടയ്ക്കൂടെ പറയും, ദേവസഹായം പിള്ളേ, നീ എന്തോ ഒരു ശക്തിയുള്ളവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് മക്കളില്ല കേട്ടോ, എൻ്റെ ഭാര്യ മക്കളില്ലാത്തത് കൊണ്ട് ഭയങ്കര കരച്ചിൽ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, എൻ്റെ ജീവിതത്തിനൊരർത്ഥവും ഇല്ല. ഞാനിത് രാജാവ് പറഞ്ഞുകൊണ്ട് ചെയ്യണമെന്നേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. എനിക്ക് മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കണം. അപ്പോൾ ദേവസഹായം പിള്ള പറഞ്ഞു, 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നിനക്കൊരു ആൺകുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആശീർവദിച്ചു. അപ്പോൾ പിന്നീട് ആൺകുഞ്ഞുണ്ടായി. ആരാച്ചാരുടെ കീഴിൽ ഈ മരത്തിൽ കെട്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ആളുകൾ വീണ്ടും സൗഖ്യത്തിന് വേണ്ടി വരുന്നുണ്ട്, ആളുകൾ കൂടുന്നുണ്ട്. അപ്പോൾ അവരോട് ദേവസഹായം പിള്ള പറഞ്ഞു, നാളെ നിങ്ങളിവിടെ വരണ്ട കേട്ടോ, നാളെ എനിക്കൊരു വിശേഷ സംഗതി ഉണ്ട്, ഒരു വിശേഷം നാളെ നടക്കും, അതുകൊണ്ട് നാളെ എന്നെ തേടി ഇവിടെ വരണ്ട. ഇങ്ങനെ ദേവസഹായം പിള്ള പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ,
ദേവസഹായം പിള്ളേനെ കൊല്ലാൻ പോകണ്ടെന്ന ആൾക്ക് മനസ്സിൽ പിടികിട്ടി. രാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേവസഹായം പിള്ളയോട് കേൾപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്, ആരും അറിയാണ്ട് ഇങ്ങനെ അവർ പ്ലാൻ ഇട്ടിട്ടുണ്ട്, പിറ്റത്തെ ദിവസം കൊല്ലണം, നമുക്ക് എവിടെയെങ്കിലും ഇവിടുന്ന് വേറെ മാറ്റി കൊണ്ടുപോയിട്ട് കൊല്ലണമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ദേവസഹായം പിള്ളയ്ക്ക് മനസ്സിലായി. അപ്പൊ ദേവസഹായം പിള്ള സന്തോഷിച്ചു, ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് ഞാൻ ആ പാപം നിന്റെ അടുത്ത് ഏറ്റു പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദേവസഹായം പിള്ള മനസ്സുകൊണ്ട് ഒരുങ്ങി. അപ്പോഴേക്കും പെട്ടെന്ന് നേരം വെളുത്തപ്പോഴത്തേക്കും, അങ്ങനെ രാത്രി കഴിയാണ്, നേരം വെളുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് ഇവർ ചങ്ങല കൊണ്ട് വന്ന് ഇയാളെ പൂട്ടിയെടുത്തിട്ട് വീണ്ടും അടുത്ത കാറ്റാടി മലയിലേക്ക് ഇയാളെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇയാൾക്ക് ചങ്ങലയും കാര്യങ്ങളും കയ്യിലും കാലിലൊക്കെ ഉണ്ട്. അപ്പൊ നടക്കുമ്പോൾ സ്പീഡ് കുറവായതുകൊണ്ട് അവർക്കറിയാം ആളുകൾ കാണുന്നതിന് മുമ്പ് പെട്ടെന്ന് കൊന്നു കളയണം. അപ്പൊ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു തടി, ഒരു കോലിങ്ങനെ പിടിച്ചിട്ട് ആ കോലിൽ ഇങ്ങനെ തൂക്കി ഇങ്ങനെ പിടിച്ചു. നമ്മളിങ്ങനെ മൃഗങ്ങളെ പിടിച്ച് കണ്ടിട്ടില്ലേ, ഇങ്ങനെ പന്നികളൊക്കെ പിടിക്കുന്നുണ്ട് അല്ലെ, പോത്തിനെ ഇങ്ങനെ കൊല്ലാൻ പോകുമ്പോൾ ചെറുതിനൊക്കെ ഇങ്ങനെ കോലിൽ ഇങ്ങനെ 4 കൈയും കാലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട്, അതുപോലെ ദേവസഹായം പിള്ളേനെ ഇങ്ങനെ തൂക്കിയിട്ടു. അപ്പൊ കൈയും കാലൊക്കെ വരിഞ്ഞു മുറുങ്ങി രക്തം ഇങ്ങനെ പോവുകയാണ്. അപ്പോഴും ഓർത്തത് ഈശോയാണ്. ഈശോയെ, നീ കുരിശിൽ കിടന്ന് നിന്റെ കയ്യിൽ നിന്നും കാലിൽ നിന്നും വന്ന ബ്ലഡിനെ ഞാൻ ഓർക്കുന്നു, നന്ദി എന്ന് പറഞ്ഞ് അങ്ങനെ പോവാണ്. അങ്ങനെ പോയി കാറ്റാടി മലയിലെത്തിയപ്പോ ആള് പറഞ്ഞു, നന്ദിയുണ്ട്, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് നിർവഹിക്കാം, പക്ഷെ ഒരു കാര്യം, അതിനു മുമ്പ് എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ ഒരു അനുവാദം തരണം, ഒരവസരം തരണം. അപ്പൊ അവർ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോ, എവിടെ വേണ്ട വെച്ചപ്പോ എന്താ ചെയ്തോ, പ്രാർത്ഥിച്ചോ. ഉടനെ ദേവസഹായം ഉള്ള അവിടെയുള്ള പാറയിൽ മുട്ടുകുത്തിയിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ, എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ, എന്നോട് സ്നേഹമായിരിക്കണമേ, ഞാൻ നിന്റെ പ്രിയപുത്രനായിരിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചു. നന്ദി ഈശോയെ, എനിക്ക് ഈ അവസരത്തിന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ മുട്ടുകുത്തി. അങ്ങനെ ആ മുട്ടുകുത്തി പ്രാർത്ഥിച്ച നേരത്ത് ആ പാറയിൽ മുട്ടിന്റെ പാട് അവിടെ വന്നിട്ട്, ആ പാട് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. നാഗർകോവിൽ നമുക്ക് നോക്കിയാൽ അത് കാണാം, ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. ഉടനെ എന്ത് ചെയ്തു, നിങ്ങൾ എന്നെ കൊന്നു, ഞാൻ റെഡിയായി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭടന്മാര് 3 തോക്കെടുത്തിട്ട് വെടിവെച്ചു. 3 തോക്കെടുത്തിട്ട് 3 വെടിവെച്ചിട്ടും അങ്ങോട്ട് കൊണ്ടിട്ട് മരിക്കുന്നില്ല. അപ്പൊ ഭടന്മാര് പറഞ്ഞു, ദേവസഹായം പിള്ളേ, ഇനിയെങ്കിലും അങ്ങ് മരിക്കാനായിട്ട് റെഡിയാവണം, കാരണം അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലും. അപ്പൊ നിങ്ങൾ എന്നെ കൊന്നോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സമ്മതം കൊടുത്തു. വീണ്ടും 2 വെടി വെച്ചു. ആ വെടിയോടുകൂടെ ദേവസഹായം പിള്ള മരിച്ച് പാറയുടെ താഴേക്ക് അവിടെ വീഴുകയാണ്. ആ സമയത്ത് അത്ഭുതകരമായിട്ട് അടുത്തുണ്ടായിരുന്ന ഒരു പാറ, ആ പാറ പെട്ടെന്ന് ഇങ്ങനെ പിളർന്ന് ഇങ്ങോട്ട് വീണു. ഈശോടെ പോലെ തന്നെയാണ്. പാറ ഇങ്ങോട്ട് വീണതും മണിയുടെ സ്വരം, ഭയങ്കര മണിസ്വരം. അപ്പൊ ആളുകള് അകലേന്നേ, കിലോമീറ്ററുകൾ അപ്പുറേന്നേ മണി എവിടുന്നോ അടിക്കുന്ന ഒരു സ്വരം കേൾക്കുന്നുണ്ട്. അത് ഈ പാറയുടെയാണ്. ആ പാറയുടെ ആ വീണ പീസിന് മാത്രമേ അങ്ങനെ ഒരു മണിയുടെ സ്വരം ഉള്ളൂ. അതുകൊണ്ട് അതിനെ മണിയടിച്ചാൻ പാറ എന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോഴും അവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ സ്വരം ഇങ്ങനെ കേട്ടു. അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ വലിയ അത്ഭുതകരമായിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പെട്ടെന്നൊരു പ്രകാശം ആകാശത്തുണ്ടായി എന്നാണ് പറയുന്നത്. അകലെയുള്ള ഒരു മരത്തിന്റെ ഒരു സ്ഥലത്ത് മാത്രം ഭയങ്കര മഞ്ഞ പ്രകാശത്തിൽ അങ്ങനെ ഉണ്ടായെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇവര് കാറ്റാടി മലയിൽ കൊണ്ടുപോയിട്ട് ദേവസഹായം പിള്ളേനെ കൊന്നത് എന്താണെന്ന് വെച്ചാൽ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവര് ദേവസഹായം പിള്ളേനെ അവിടെ എറിഞ്ഞിട്ട് പോയി. 5 ദിവസം കഴിഞ്ഞിട്ടാണ് അന്വേഷിച്ച് വന്ന കൂട്ടര് ദേവസഹായം പിള്ളേനെ കണ്ടത്. ദേവസഹായം പിള്ളയുടെ ശരീരം എല്ലാവരും കൂടി ബഹുമാനത്തോടു കൂടി എടുത്ത് കോട്ടാർ പള്ളിയിൽ കൊണ്ടുപോയിട്ട് സംസ്കാരം നടത്തി. ഉടനെ ബിഷപ്പ് എല്ലായിടത്തേക്കും അറിയിച്ച, എല്ലാവർക്കും അറിയാം ഇങ്ങനെ ദേവസഹായം പിള്ള വിശുദ്ധനാണെന്ന്, എല്ലായിടത്തേക്കും അറിയിപ്പുകൾ കൊടുത്ത് വലിയ മണിയടിച്ച് എല്ലാവരും അറിയിച്ചിട്ടാണത് ചെയ്തത്. അന്നത്തെ സംസ്കാരമൊക്കെ ചെയ്തത്. അങ്ങനെ 2012 ഡിസംബർ 2 വാഴ്ത്തപ്പെട്ടവൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അതിനുശേഷം വീണ്ടും നടപടികൾ തുടർന്നു. 2022 മെയ് 15 വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. വിശുദ്ധ ദേവസഹായം പിള്ള നമ്മുടെ കുടുംബങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രചോദനമാകട്ടെ, ജീവിത വീതിയിൽ ഓരോ നിമിഷം മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ പ്രചോദനം നൽകട്ടെ. താങ്ക് യു.